കേരളത്തിലെ സ്വർണ്ണവില ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് പലർക്കും ഒരു ചോദ്യചിഹ്നമാണ്. ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതൽ നമ്മുടെ രാജ്യത്തെ കറൻസിയുടെ മൂല്യം വരെ ഈ വിലയെ സ്വാധീനിക്കുന്നു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനാണ് സംസ്ഥാനത്ത് ദിവസേനയുള്ള അടിസ്ഥാന വില പ്രഖ്യാപിക്കുന്നത്. എങ്കിലും ഈ വില നിശ്ചയിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങളും കണക്ക് കൂട്ടലുകളും വളരെ സങ്കീർണമാണ്. കേരളത്തിലെ സ്വർണ്ണവില നിർണയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം ആഗോള വിപണിയാണ്. സ്വർണത്തിന്റെ വില ഡോളറിലാണ് അന്താരാഷ്ട്ര തലത്തിൽ കണക്കാക്കുന്നത്. സ്വർണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യാന്തര മാനദണ്ഡമായി കണക്കാക്കുന്നത് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷന്റെ നിശ്ചയിക്കുന്ന നിരക്കാണ്. ഒരു ഔൺസ്, അതായത് ഏകദേശം 31.103 ഗ്രാം സ്വർണത്തിന്റെ വിലയാണ് ഇവിടെ ഡോളറിൽ നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വ്യാപാരങ്ങൾ ഈ വിലയെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത്. ലോകത്തെവിടെയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയോ യുദ്ധമോ രാഷ്ട്രീയ അനിശ്ചിതത്വമോ ഉണ്ടായാൽ നിക്ഷേപകർ ഓഹരി വിപണി പോലുള്ള അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിച്ച് സ്വർണത്തിൽ നിക്ഷേപിക്കും. സ്വർണത്തെ ലോകമെമ്പാടും ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കുന്നതാണ് ഇതിന് കാരണം. സ്വർണത്തിന്റെ ആവശ്യം കൂടുമ്പോൾ സ്വാഭാവികമായും ആഗോള വില ഉയരും. ഈ ഉയർച്ച കേരളത്തിലെ വിലയിലും പ്രതിഫലിക്കും. ആഗോളതലത്തിൽ സ്വർണ്ണവില ഡോളറിലാണ് എങ്കിലും ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന്റെ വില രൂപയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇവിടെയാണ് രൂപയുടെ മൂല്യം നിർണായകമാകുന്നത്. ഒരു അമേരിക്കൻ ഡോളറിന് എത്ര ഇന്ത്യൻ രൂപ നൽകണം എന്നതിനെയാണ് വിനിമയ നിരക്ക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ഔൺസ് സ്വർണത്തിന് $2000 വിലയെന്ന് കരുതുക. ഡോളറിന് 80 രൂപയാണ് മൂല്യമെങ്കിൽ സ്വർണത്തിന്റെ വില 2000 × 80 1,60,000 രൂപയായിരിക്കും. ഡോളറിന് 82 രൂപയാണ് മൂല്യമെങ്കിൽ സ്വർണത്തിന്റെ വില 2000 × 82, അതായത് 1,64,000 രൂപയായി ഉയരും. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ കുറയുകയാണെങ്കിൽ, അതായത് $1 ലഭിക്കാൻ കൂടുതൽ രൂപ നൽകേണ്ടി വരികയാണെങ്കിൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിന് കൂടുതൽ പണം മുടക്കേണ്ടി വരും. രൂപയുടെ മൂല്യം കുറയുമ്പോൾ രാജ്യാന്തര വിലയിൽ മാറ്റമില്ലെങ്കിൽ പോലും ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില കുത്തനെ ഉയരും. അതിനാൽ ദിവസേനയുള്ള വിനിമയ നിരക്കിലെ മാറ്റങ്ങൾ സ്വർണ്ണവിലയിൽ അതിവേഗം പ്രതിഫലിക്കാറുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന തീരുവകളും നികുതികളും അതിന്റെ അന്തിമ വിലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ സിംഹഭാഗവും വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്നതാണ്. ഈ ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ ഒരു നിശ്ചിത ശതമാനം തീരുവ ചുമത്തും. ഇറക്കുമതി തീരുവ 15% നിന്നും 12% കുറച്ചാൽ പോലും അടിസ്ഥാന സ്വർണ്ണവിലയിൽ വലിയ കുറവുണ്ടാകും. തീരുവ കൂടുന്നത് അനധികൃത സ്വർണ്ണക്കടത്ത് വർദ്ധിക്കാൻ കാരണമാകുന്നതായും കണക്കുകളുണ്ട്. അതിനാൽ കേന്ദ്ര ബഡ്ജറ്റിലെ തീരുവയിലെ മാറ്റങ്ങൾ സ്വർണ്ണവിലയെ നേരിട്ട് സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉപഭോക്താവ് നൽകേണ്ട പ്രധാന നികുതി GST ആണ്. നിലവിൽ സ്വർണത്തിന്റെ വിലയുടെ 3% GST ആയി ചുമത്തുന്നത്. ഇത് അടിസ്ഥാന വിലയുടെ മുകളിൽ കണക്കാക്കി ഉപഭോക്താവിൽ നിന്നും ഈടാക്കുന്നു. അന്താരാഷ്ട്ര വിലയും നികുതിയും ചേർന്നുള്ള ഒരു ഏകദേശ വില രാജ്യത്ത് നിലവിലുണ്ടെങ്കിലും കേരളത്തിൽ ഈ വില ദിവസേന പ്രഖ്യാപിക്കുന്നതിന് ഒരു പ്രത്യേക സംവിധാനമുണ്ട്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനാണ് കേരളത്തിലെ സ്വർണ്ണവില ദിവസേന നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ വില, ഡോളർ മൂല്യം, കേന്ദ്ര നികുതികൾ എന്നിവ പരിഗണിച്ച് ഏറ്റവും കുറഞ്ഞ ലാഭമാർജിൻ കൂടി ചേർത്ത് ഒരു അടിസ്ഥാന വില, ബേസ് റേറ്റ്, അവർ പ്രഖ്യാപിക്കുന്നു. ഈ വിലയാണ് സാധാരണയായി വാർത്താ മാധ്യമങ്ങളിൽ വരാറുള്ളത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം AKG SMAയിൽ അടുത്ത കാലത്തുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വ്യാപാരികൾ 2 വിഭാഗങ്ങളായി തിരിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചിലപ്പോൾ 2 വിഭാഗങ്ങളും വ്യത്യസ്തമായ വിലകൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചില ജ്വല്ലറികളിൽ നേരിയ വില വ്യത്യാസം കാണപ്പെടുന്നത്. എങ്കിലും ഭൂരിപക്ഷം വ്യാപാരികളും അസോസിയേഷൻ നിശ്ചയിക്കുന്ന പൊതുവായ അടിസ്ഥാന വില പിന്തുടരാൻ ശ്രമിക്കാറുണ്ട്. കേരളത്തിലെ സ്വർണ്ണവില എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഇത് ഒരു സാങ്കല്പിക കണക്കാണെങ്കിലും അടിസ്ഥാന ഘടകങ്ങൾ ഇതുതന്നെയാണ്. അന്താരാഷ്ട്ര സ്വർണ്ണ വിപണിയിലെ, അതായത് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റിൽ ഒരു ഔൺസ് ഏകദേശം 31.103 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന്റെ വില $2000 എന്ന് സങ്കല്പിക്കുക. സാങ്കല്പികമായി ഡോളർ രൂപ വിനിമയ നിരക്ക് 82.5 രൂപ ഉപയോഗിച്ച് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഒരു ഔൺസിന് 1,65,000 രൂപയോളം വരും. ഇതിൽ നിന്നാണ് ഒരു ഗ്രാമിന്റെ അടിസ്ഥാന വില ഏകദേശം 5305.08 രൂപയായി കണക്കാക്കുന്നത്. അടുത്തതായി സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ കൊടുക്കേണ്ട കേന്ദ്ര ഇറക്കുമതി തീരുവ 15%, ഏകദേശം 795.76 രൂപ ഗ്രാമിന്. അതും കൂടി ചേരുമ്പോൾ നികുതി സഹിതമുള്ള വില 61,000.84 രൂപ ഗ്രാമിന് ആകുന്നു.
ഇതിനോട് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ ജുവലറി മർച്ചന്റ്സ് അസോസിയേഷൻ കണക്കാക്കുന്ന ലാഭ മാർജിൻ 0.2%, അതായത് ഏകദേശം 12.20 രൂപ ഗ്രാമിന്. അതും കൂടി ചേർത്ത് 24 കാരറ്റ് സ്വർണത്തിന്റെ അടിസ്ഥാന വില ഗ്രാമിന് 6113.04 രൂപയായി നിശ്ചയിക്കുന്നു. ആഭരണങ്ങൾ നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന 22 കാരറ്റ് സ്വർണത്തിന്റെ 91.6% ശുദ്ധിയുള്ള ഒരു ഗ്രാമിനുള്ള വില ഇതിൽ നിന്ന് 5599.99 രൂപയായി കണ്ടെത്തുന്നു. ഒടുവിൽ ഈ വിലയെ ഒരു പവന്റെ, അതായത് 8 ഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കി 5599.99 × 8 44,799.92 രൂപ ലഭിക്കുന്നു. ഇതിനെ 44,800 രൂപയായി റൗണ്ട് ചെയ്താണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഒരു പവൻ സ്വർണത്തിന്റെ ദിവസത്തെ അടിസ്ഥാന വില പ്രഖ്യാപിക്കുന്നത്. ഈ വിലയോടൊപ്പം പണിക്കൂലിയും GSTയും ചേരുമ്പോഴാണ് ഉപഭോക്താവ് നൽകേണ്ട അന്തിമ വിലയാകുന്നത്. വാർത്തകളിൽ കാണുന്ന അടിസ്ഥാന സ്വർണ്ണവിലയല്ല ഒരു ഉപഭോക്താവ് ആഭരണം വാങ്ങുമ്പോൾ നൽകേണ്ടത്. ആഭരണത്തിന്റെ അന്തിമ വില അടിസ്ഥാന വിലയോടൊപ്പം മറ്റ് ചില ഘടകങ്ങൾ ചേർത്താണ് കണക്കാക്കുന്നത്. അന്തിമ വില എന്നാൽ അടിസ്ഥാന സ്വർണ്ണവില പ്ലസ് പണിക്കൂലി പ്ലസ് GST പ്ലസ് ഹാൾമാർക്കിംഗ് ഫീസ്. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്ക് ഈടാക്കുന്ന തുകയാണിത്. ഡിസൈൻ, ആവശ്യമായ സമയം എന്നിവ അനുസരിച്ച് പണിക്കൂലി വ്യത്യാസപ്പെടും. സാധാരണയായി 5% മുതൽ 15% വരെയാണ് പണിക്കൂലി കണക്കാക്കുന്നത്. ചില ജ്വല്ലറികൾ പണിക്കൂലി ശതമാനക്കണക്കിൽ ഈടാക്കുമ്പോൾ മറ്റ് ചിലർ ഗ്രാമിന് ഒരു നിശ്ചിത തുക ഈടാക്കുന്നു. ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി വർദ്ധിക്കുകയും ചെയ്യും. സ്വർണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് ഹാൾമാർക്കിംഗ്. ഹാൾമാർക്കിംഗ് ഉള്ള സ്വർണത്തിന് ചെറിയൊരു ഫീസ് ഈടാക്കാറുണ്ട്. ഒരു പവന്, അതായത് 8 ഗ്രാമിന് 44,800 രൂപ അടിസ്ഥാന വിലയുള്ള ഒരു ദിവസം 8 ഗ്രാം ആഭരണം വാങ്ങാൻ നൽകേണ്ട വില അടിസ്ഥാന സ്വർണ്ണ വില 44,800 രൂപ. പണിക്കൂലി 5% എന്ന് സങ്കല്പിക്കുക. 44,800 × 5% 2,240 രൂപ. ആഭരണത്തിന്റെ മൊത്തം വില 44,800 പ്ലസ് 2,240, അതായത് 47,040 രൂപ. GST മൊത്തം വിലയുടെ 3% കണക്ക് കൂട്ടുമ്പോൾ 47,040ന്റെ 3% 1,411 രൂപ 20 പൈസയാണ്. ഹാൾമാർക്കിംഗ് ഫീസായി ചെറിയ തുക, അതായത് 50 രൂപ. ഉപഭോക്താവ് നൽകേണ്ട അന്തിമ വില 47,040 രൂപ പ്ലസ് 1,411 രൂപ 20 പൈസ പ്ലസ് 50 രൂപ = 48,501 രൂപ 20 പൈസ. കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രാദേശികവും ദേശീയവുമായ മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. കേരളത്തിൽ വിവാഹ സീസണുകളിലും ഓണം, വിഷു, അക്ഷയ തൃതീയ തുടങ്ങിയ ആഘോഷ സമയങ്ങളിലും സ്വർണത്തിനുള്ള ആവശ്യം കുതിച്ചുയരും. ഈ സമയങ്ങളിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നത് വില കൂടാൻ കാരണമായേക്കാം. അമേരിക്കയിലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ ആഗോളതലത്തിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന വലിയ ഘടകമാണ്. പലിശ നിരക്കുകൾ കുറയ്ക്കുമ്പോൾ ഡോളർ നിക്ഷേപങ്ങൾക്ക് ആകർഷണീയത കുറയുകയും നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ഇത് സ്വർണ്ണവില കൂടാൻ കാരണമാകും. സ്വർണത്തിന്റെ കാരറ്റ് അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. 24 കാരറ്റ് 99.9% ശുദ്ധമായ സ്വർണം. ഇത് സാധാരണയായി നാണയങ്ങളും ബിസ്ക്കറ്റുകളുമായിട്ടാണ് വിൽക്കുന്നത്. ഇതിനാണ് ഏറ്റവും ഉയർന്ന വില. 22 കാരറ്റ് 91.6% ശുദ്ധമായ സ്വർണം. ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനായി കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ ഇനമാണ്. ഇതിൽ മറ്റ് ലോഹങ്ങൾ ചേർക്കുന്നത് കൊണ്ടാണ് 24 കാരറ്റിനേക്കാൾ വില കുറഞ്ഞിരിക്കുന്നത്. 18 കാരറ്റ് 75% ശുദ്ധമായ സ്വർണം. ഇതിന് വില താരതമ്യേന കുറവായിരിക്കും. കേരളത്തിലെ സ്വർണ്ണവില എന്നത് അന്താരാഷ്ട്ര സ്വർണ്ണവില, ഡോളർ രൂപ വിനിമയ നിരക്ക്, കേന്ദ്ര സർക്കാരിന്റെ ഇറക്കുമതി തീരുവയും GSTയും, ഒടുവിൽ കേരളത്തിലെ വ്യാപാരികളുടെ അസോസിയേഷന്റെ അടിസ്ഥാന വില നിർണയം എന്നിവയുടെയെല്ലാം ആകെത്തുകയാണ്. ഇതിനോടൊപ്പം നിങ്ങൾ വാങ്ങുന്ന ആഭരണത്തിന് നൽകേണ്ട പണിക്കൂലിയും നികുതിയും ചേരുമ്പോഴാണ് അന്തിമ വിലയാകുന്നത്. അതിനാൽ സ്വർണം വാങ്ങുന്നതിന് മുൻപ് ഈ ഘടകങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.